ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്രിസ്പി കോണാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ വേവിച്ചിട്ടുള്ള കോൺ എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു മുട്ട, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പച്ചമുളക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് നന്നായി അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺഫ്ലവറും അതുപോലെ റൈസ് ഫ്ലവറും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റൈസ് ഫ്ലവർ ഒത്തിരി അങ്ങോട്ട് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട, അപ്പോൾ ഭയങ്കര കട്ടിയായി പോവും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന കോൺഫ്ലവറിനേക്കാളും ഒരല്പം കുറവ് മതി റൈസ് ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ അത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പം ആ ഒരു മസാല കുറച്ച് ലൂസായിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി തിക്ക് വേണമെന്നില്ല, എന്നാൽ ഒത്തിരി ലൂസ് ആവാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി കോൺഫ്ലവർ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല നന്നായിട്ട് കോട്ട് ചെയ്ത് ഒരു 10-15 മിനിറ്റോളം നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുള്ള നമ്മുടെ കോണ് നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആവുന്നത് വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇത് വറുക്കാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് എണ്ണ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എണ്ണ എടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. കാരണം അത്യാവശ്യം എണ്ണ ഉണ്ടെങ്കിലാണ് നല്ല ക്രിസ്പി ആവുള്ളൂ. പെട്ടെന്ന് എല്ലാം ഒരുമിച്ച് ക്രിസ്പി ആയി കിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ കോൺ കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന് മുകളിൽ നമ്മൾ ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെരി മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെരി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്തെടുത്താലും മതി. പിന്നെ ഒരു ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയിട്ട് നാരങ്ങനീര് ഒത്തിരി കൂടരുത് കേട്ടോ, ഒരു ലേശം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ ഓരോ പ്ലേറ്റിലായിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്